എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. 15 വയസ്സ് മുതൽ, അല്ല ഇന്നത്തെ കാലത്ത് 15 വയസ്സെന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 10-11 വയസ്സ് മുതൽ ഒരു 50-52 വയസ്സ് വരെ എല്ലാ സ്ത്രീകളും മാസാമാസം നേരിടുന്ന ഒരു സമസ്യയാണ് ആർത്തവം അഥവാ മെൻസ്ട്രുവേഷൻ എന്നൊരു കാര്യം. ഗർഭിണി ആയിരിക്കുമ്പോഴും അതല്ലെങ്കിൽ ഈ കുഞ്ഞിന് മുലയൂട്ടുന്ന ആ ഒരു കുറച്ച് സമയത്തൊഴികെ മിക്ക സ്ത്രീകളും നേരിടേണ്ടി വരുന്ന ഒരു കാര്യമാണ് മാസാമാസം നടക്കുന്ന ഈ ഒരു സംഭവം. ഓരോ പ്രാവശ്യവും ആർത്തവം സംഭവിക്കുന്ന സമയത്ത് ഈ യൂട്രൈൻ ക്യാവിറ്റി, അതായത് ഗർഭപാത്രത്തിനുള്ളിലെ ആവരണമായ എൻഡോമെട്രിയവും അതിനോടൊപ്പം കുറച്ച് ബ്ലഡും എല്ലാം പുറത്തേക്ക് കൊഴിഞ്ഞു വീഴും. അതാണ് ആ ഒരു മെൻസ്ട്രുവൽ ബ്ലഡ് എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുറത്തേക്ക് വരുന്ന ഈ മെൻസ്ട്രുവൽ ബ്ലഡിനെ അബ്സോർബ് ചെയ്ത് കളക്ട് ചെയ്ത് അത് വേസ്റ്റിലേക്ക് എറിയുവാൻ വേണ്ടി ധാരാളം മാർഗ്ഗങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്, അല്ലേ? എന്തൊക്കെയാണ് അവ ഓരോന്നിൻ്റെയും നല്ല വശങ്ങളെക്കുറിച്ചും ചീത്ത വശങ്ങളെക്കുറിച്ചും, അതായത് ബെനിഫിറ്റ്സിനെ കുറിച്ചും സൈഡ് എഫക്ട്സിനെ കുറിച്ചും നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. ഒന്നാമതായി, കമേഴ്ഷ്യലായി നമുക്ക് വിപണിയിൽ ലഭ്യമുള്ള സാനിറ്ററി പാഡ്സ്. പലതരത്തിലുള്ള പാഡ്സ് ലഭ്യമാണ്. വിസ്പർ, കെയർ ഫ്രീ, സ്റ്റേ ഫ്രീ, പിന്നെ വേറെ പലതരത്തിലുള്ള ആ ഒരു ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. സ്ത്രീകളുടെ ഇടയിൽ സാനിറ്ററി പാഡ്സ് വളരെയധികം പോപ്പുലറാണ്. കാരണം ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, ഇത് വലിയ ചിലവുള്ള കാര്യമല്ല, വളരെ ചീപ്പാണ് വാങ്ങുവാൻ. അതേപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ബിന്നിൽ ത്രോ ചെയ്യുവാനും ഇത് കളയുവാനും വളരെ എളുപ്പമാണ്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ കമേഴ്ഷ്യൽ സാനിറ്ററി പാഡ്സ് നിർമ്മിക്കുമ്പോൾ അതിൽ അവർ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തൊക്കെയാണ് ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ സാനിറ്ററി പാഡ്സിൽ കണ്ടേക്കാവുന്ന ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പടമൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? റയോൺ അല്ലെങ്കിൽ വിസ്കോസ്, സൂപ്പർ അബ്സോർബൻറ്റ് പോളിമേഴ്സ്, ക്ലോറിൻ ബീച്ച്, പോളി എത്തിലിൻ ഷീറ്റ്, ഫീൽ ഡ്രൈ പ്ലാസ്റ്റിക് ടോപ്പ് ലെയർ, സിലിക്കണൈസ്ഡ് പേപ്പർ. ഇതെല്ലാം തന്നെ ഈ ഒരു പാഡ് ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മിക്കതും ഒരുപാട് തരത്തിൽ നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമായി തീരുന്നു. വുഡ് പൾപ്പിൽ നിന്നും എടുത്ത സെല്ലുലോസ് ഉപയോഗിച്ച് ആ ഒരു റയോൺ എന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഈ പാഡ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഈ റയോണിന് നല്ലൊരു വെളുത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു നിറം കിട്ടുവാൻ വേണ്ടി ക്ലോറിൻ വെച്ച് അതിനെ ബ്ലീച്ച് ചെയ്യാറുണ്ട്. അതേപോലെ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ വളർന്നു വരുവാനുള്ള സാധ്യതയും കുറച്ച് കൂടുന്നു. മിക്ക ബ്രാൻഡുകളും നമ്മൾ എടുത്തു നോക്കിയാൽ അവർ പറയും അതിൽ ഉള്ള ആ ഡിഗോക്സിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന്. എന്നാൽ വളരെ കുറവായ അളവിൽ പോലും നമ്മൾ നിരന്തരമായി, വല്ലപ്പോഴും അല്ലല്ലോ ഉപയോഗിക്കുന്നത്, എല്ലാ മാസവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നിരന്തരമായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കാരണം കുറച്ചെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാകും എന്നാണ് കുറേ പഠനങ്ങളെങ്കിലും പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും പല സ്ത്രീകളും പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പാഡെല്ലാം ഉപയോഗിക്കുമ്പോൾ അലർജി, ചൊറിച്ചൽ, അതുപോലെ ഇൻഫെക്ഷൻ എല്ലാം വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ പാഡിൻ്റെ പോളി എത്തിലീൻ പ്ലാസ്റ്റിക് ലൈനിങ് ഉണ്ടല്ലോ, ഈ പോളി എത്തിലീൻ പ്ലാസ്റ്റിക് ലൈനിങ് വെറ്റാകുമ്പോൾ, ഈ പീരിയഡിൻ്റെ ടൈമിൽ ബ്ലീഡിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗം വെറ്റാകുമല്ലോ. അങ്ങനെ വെറ്റാകുന്ന സമയത്ത് അത് ബാക്ടീരിയ, ഈസ്റ്റ്, മറ്റു പല രോഗാണുക്കൾക്കും വളർന്നു വരുവാൻ ഒരു വളമായി മാറുകയാണ്. നല്ലൊരു ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇൻഫെക്ഷൻ വളർന്നു വരാൻ. അത് കാരണമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതേപോലെ ഇന്നത്തെ കാലത്ത് പല പാഡുകളിലും ഈ ദുർഗന്ധമെല്ലാം മാറ്റുവാനായി കുറച്ച് ഫ്രാഗ്രൻസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മണം ഉള്ള ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. എന്നാൽ ഈ ഒരു ഫ്രാഗ്രൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ അലർജിയും ചൊറിച്ചലും ഇൻഫെക്ഷൻസും എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടല്ലോ, അതെല്ലാം വരുവാനുള്ള സാധ്യതയും കൂടും. പിന്നെ സാധാരണ ഈ കമേഴ്ഷ്യൽ സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് ബ്ലീച്ച്ഡ് പോളിമേഴ്സാണ്. അത് ഈ വെറ്റാകുന്ന സമയത്ത്, അതായത് ഈ ആർത്തവ രക്തം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതൊരു ജെല്ല് പോലെയാകും. ഇതും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ പാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പോസ് ഓഫ് ചെയ്ത് ഈ എൻവയൺമെൻറ്റിലേക്കാണ് കളയുന്നത്. ഒരു സ്ത്രീ ശരാശരി ആർത്തവത്തിൻ്റെ ആ ഒരു ആരംഭം മുതൽ ആർത്തവ വിരാമം വരെ ഏകദേശം ഒരു 20,000 പാഡെങ്കിലും ഉപയോഗിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പാഡുകൾ നമ്മുടെ എൻവയൺമെൻറ്റിലേക്ക് അങ്ങനെ കളയുകയാണെങ്കിൽ അന്തരീക്ഷ മലിനീകരണവും ധാരാളം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഈ കമേഴ്ഷ്യൽ സാനിറ്ററി പാഡ്സിൻ്റെ ദൂഷ്യവശങ്ങൾ തന്നെയാണ്.
ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു. ഇത് വളരെ കംഫർട്ടബിളാണ്. നമുക്ക് പെട്ടെന്ന് എവിടെ പോകുമ്പോഴും ഹാൻഡ് ബാഗിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഉപയോഗിച്ച് കളയുവാനും എളുപ്പമാണ്. ചിലവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പാഡിന് ഒരു 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇടയ്ക്കാണ് വിലയുള്ളത്. ഇനി വളരെ മുന്തിയ ഇനം പാഡാണെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ വിലയുണ്ടാകാം. എന്നാൽ ശരാശരി ഇന്ന് വിപണിയിൽ കാണുന്ന ആ ഒരു പാഡ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പാഡിന് 5-നും 10-നും രൂപയ്ക്കിടയ്ക്കാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസം ഏകദേശം ഒരു 12 പാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 60 മുതൽ 120 രൂപ വില വരെയാണ് നമുക്ക് ചിലവ് വരുന്നത്. ഈ സാനിറ്ററി പാഡ്സ് കൂടാതെ വേറെയും മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഈ ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചെല്ലാം കൂടി പറഞ്ഞ ശേഷം അവസാനം ഒരു കമ്പാരിസൺ ചാർട്ട്, ഒരു താരതമ്യപ്പെടുത്തുന്ന ഒരു ചാർട്ട് എന്ന രീതിയിലും ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഞാനീ പറഞ്ഞതെല്ലാം ഒന്ന് കേട്ട ശേഷം അതും കൂടി ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി തന്നെ വ്യക്തമാകും. ആർത്തവ സമയത്ത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഉപാധിയാണ് ടാംപൂൺ. ഇത് ഒരു സാധാരണ നമ്മുടെ ഈ സാനിറ്ററി പാഡിൻ്റെ ഒരു കോമ്പാക്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടാംപൂണിലും ഈ പാഡിൽ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ഹാനികരമായിട്ടുള്ളത്. ഈ ടാംപൂൺ യോനിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ കയറ്റി വെക്കേണ്ടത്. അതിനാൽ ഇൻഫെക്ഷനൊക്കെ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന ഗൗരവമേറിയ തീവ്രമായ ഒരു രൂക്ഷതയുള്ള ഒരു അവസ്ഥ വരുവാനുള്ള സാധ്യതയും ഈ ടാംപൂൺസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായി കാണപ്പെടുന്നു. ഇത് പണ്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളും ഉപയോഗിച്ച് തുടങ്ങി. എന്നാൽ ഈ മെൻസ്ട്രൽ കപ്പെല്ലാം വന്നതിന് ശേഷം ഇതിൻ്റെ ഉപയോഗം താരതമ്യേന വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഈ ടാംപൂൺസ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആർത്തവ സമയത്തും നമുക്ക് ഡാൻസ് ആണെങ്കിലും ശരി, സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ശരി, സൈക്ലിംഗ് ആണെങ്കിലും ശരി, അതല്ല വേറെ ഏത് തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണെങ്കിലും ശരി ഏർപ്പെടുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല. നമ്മൾ പാഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇതിനൊന്നും പറ്റുകയില്ല. ലീക്കേജൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല വളരെയധികം അസ്വസ്ഥതകളും ഉണ്ടാകും നമ്മളിങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകുന്ന സമയത്ത്. എന്നാൽ സാനിറ്ററി പാഡ് മൂലമുണ്ടാകാവുന്ന എല്ലാ ദൂഷ്യഫലങ്ങളും ഈ ടാംപൂണിനും ഉണ്ടാകാവുന്നതാണ്. അതുകൂടാതെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ആ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നൊരു അവസ്ഥ വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. പാഡായാലും ടാംപൂണായാലും 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിനകം നമ്മൾ മാറ്റി വേറെ ധരിച്ചിരിക്കണം. അതല്ലാതെ കുറേ നേരം ഇത് ധരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പാഡിന് 5-നും 10 രൂപയ്ക്കും ഇടയ്ക്കാണ് വില വരുന്നതെന്ന്. ടാംപൂണിനാണെങ്കിൽ 10-നും 20 രൂപയ്ക്കും ഇടയ്ക്കാണ് വില വരുന്നത്. അതായത് ഈ പാഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി വില വരും നമ്മൾ ടാംപൂൺസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. എന്നാൽ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഈ സ്പോർട്സ് ആക്ടിവിറ്റിയിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിലും എല്ലാം പങ്കെടുക്കാം. അതേപോലെ പുറത്ത് നനവും ആ ഒരു അസ്വസ്ഥതയൊന്നും ഉണ്ടാകാത്തത് കാരണം നമ്മൾ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആയിരിക്കും എന്നതൊഴിച്ചാൽ. വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഇങ്ങനത്തെ സാനിറ്ററി പാഡും ടാംപൂണും കൂടാതെ മൂന്നാമതൊരു മാർഗമുണ്ട് നമുക്ക് ഈ ആർത്തവ സമയത്ത് ഈ രക്തമെല്ലാം അബ്സോർബ് ചെയ്ത് കളയുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നത്. അതാണ് ക്ലോത്ത് പാഡ്. ഈ ക്ലോത്ത് പാഡും വീട്ടിൽ നമ്മൾ സാധാരണ ഈ തുണി മുറിച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലോത്ത് പാഡ് സാധാരണ ഈ സാനിറ്ററി പാഡിൻ്റെ ആ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാനിറ്ററി പാഡ് എങ്ങനെയാണ് ധരിക്കുന്നത്? നമ്മൾ പാൻറ്റീസ് വെച്ചിട്ട് ആ പാഡ് വെച്ചിട്ട് ആ പാഡിൻ്റെ ആ വിങ്സ് നമ്മൾ പുറകോട്ട് മറക്കും അല്ലേ. എന്നിട്ട് അവിടെ ആ ഒട്ടിക്കുന്ന ആ ഒരു പശമാരി ഉണ്ടല്ലോ, ആ പശ നമ്മൾ ആ പാൻറ്റീസിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും അല്ലേ. എന്നാൽ ഈ ക്ലോത്ത് പാഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാഡ് ഈ പാൻറ്റീസിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം അതിങ്ങനെ പുറകോട്ടിങ്ങനെ അതിൻ്റെ 2 വിങ്സും പുറകോട്ട് മറിച്ച് അതിലൊരു പ്രസ് ബട്ടൺ പോലെ ഉണ്ടാവും. ആ പ്രസ് ബട്ടൺ വെച്ച് അതങ്ങ് പ്രസ് ചെയ്ത് വെക്കും. ഇതും ഈ സാനിറ്ററി പാഡും ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാനിറ്ററി പാഡിൽ അടങ്ങിയിരിക്കുന്ന പല വിധത്തിലുള്ള ആ ദൂഷ്യവസ്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ മുൻപ്, അതെല്ലാം വീണ്ടും എടുത്ത് പറയുന്നില്ല. അതൊന്നും തന്നെ ഈ ക്ലോത്ത് പാഡിൽ ഇല്ല. അത് കാരണം തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങളൊന്നും നമ്മൾ നേരിടേണ്ടതായിട്ട് വരില്ല. ഇതും 4-5 മണിക്കൂർ കൂടുമ്പോൾ മാറ്റേണ്ടത് തന്നെയാണ്. അതല്ലാണ്ട് കുറേ നേരമൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഡാൻസ്, അതേപോലെ സൈക്ലിംഗ്, അതേപോലെ സ്പോർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് നേരിടുന്നു, അതേപോലത്തെയുള്ള ബുദ്ധിമുട്ട് ഈ ഒരു ക്ലോത്ത് പാഡ് ഉപയോഗിക്കുമ്പോഴും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുമാത്രമല്ല നമ്മൾ സ്കൂളിലും കോളേജിലും ജോലി സ്ഥലത്തുമൊക്കെയാണ് പോകുന്നത്, ഈ ക്ലോത്ത് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് നമുക്ക് മാറ്റേണ്ടി വരികയാണെങ്കിൽ അതെടുത്ത് നമ്മളൊരു കവറിലും പേപ്പറിലും ഒക്കെ പൊതിഞ്ഞ് നമ്മൾ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരേണ്ട ആ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അതില്ല നമുക്ക് പറയാൻ പറ്റില്ല.
മാത്രമല്ല ഈ ക്ലോത്ത് പാഡെല്ലാം ഉപയോഗിച്ച് കഴുകി നമ്മളത് ഉണക്കി എടുക്കുമ്പോൾ വെയിലത്തിട്ട് തന്നെ ഉണക്കണം. അത് വളരെ നിർബന്ധമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അങ്ങ് ക്ലീനായി കിട്ടുകയില്ല. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ, അതേപോലെ വെയിലത്ത് ഉണക്കാൻ പറ്റാത്ത ആ ഒരു സ്ഥിതിയിൽ താമസിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഇത് ഒരു ബുദ്ധിമുട്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ സാനിറ്ററി പാഡിനെക്കാട്ടിലും ടാമ്പൂണിനെക്കാട്ടിലും എത്രയോ മെച്ചം ഈ ക്ലോത്ത് പാഡ് തന്നെയാണ്. ക്ലോത്ത് പാഡിൻ്റെ വേറൊരു ഗുണം, അത് എൻവയറമെൻ്റൽ ഫ്രണ്ട്ലിയാണ്. അതായത് പരിസ്ഥിതിക്ക് അത് ദോഷമൊന്നും ചെയ്യുന്നില്ല. മറ്റേ പാഡെല്ലാം നമ്മൾ അങ്ങ് കൊണ്ട് കുന്നുകൂടി വേസ്റ്റിൻ്റെ ആ ഒരു കൂനയിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ അത് വർഷങ്ങളോളം അവിടെ തന്നെ അങ്ങ് ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ്. ക്ലോത്ത് പാഡിന് ആ ഒരു ദോഷവും ഇല്ല. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലോത്ത് പാഡിന് കുറച്ച് വിലയുണ്ട്. 50 രൂപയ്ക്കുള്ള ക്ലോത്ത് പാഡും ലഭ്യമാണ്, 250-300 രൂപയ്ക്കുള്ള ക്ലോത്ത് പാഡും ലഭ്യമാണ്. ഒരു മാസത്തേക്ക് നമുക്ക് ഒരു 3-4 ക്ലോത്ത് പാഡേ ആവശ്യം വരികയുള്ളൂ. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കഴുകി ഉണക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഒരു 3-4 ക്ലോത്ത് പാഡ് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു 2-3 വർഷം വരെയൊക്കെ നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഒരിക്കൽ ആ തുടക്കത്തിൽ വാങ്ങുമ്പോൾ കുറച്ച് കാശാകുമെങ്കിലും ആകെ മൊത്തം നമ്മൾ ഈ ഒരു 1-2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ കാര്യം കണക്കിലെടുത്ത് നോക്കുമ്പോൾ ക്ലോത്ത് പാഡ് വാങ്ങുന്നത് തികച്ചും ലാഭകരം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ അവസാനം നമുക്ക് ഈ കമ്പാരിസൺ ചാർട്ട് ഒന്ന് കാണുകയും ചെയ്യാം കേട്ടോ. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 4ാമത്തെ ഒരു ഉപാധിയാണ് ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡ്സ്. മുൻപ് നമ്മൾ പറഞ്ഞ സാനിറ്ററി പാഡ്സ്, വിസ്പർ, സ്റ്റേ ഫ്രീ, കെയർ ഫ്രീ, പിന്നെ ഒരുപാട് തരത്തിലുള്ള പാഡ്സ് ഉണ്ടല്ലോ, അതൊന്നും ബയോഡീഗ്രേഡബിൾ അല്ല. അതായത് നമ്മൾ ഉപയോഗശേഷം നമ്മൾ എൻവയൺമെൻറ്റിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ്, ഏതെങ്കിലും ഒരു വേസ്റ്റ് കൂനയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് തന്നെ അതങ്ങ് പൊടിഞ്ഞ് അതങ്ങ് ബയോഡിഗ്രേഡ് ചെയ്ത് പോകില്ല എന്നർത്ഥം. എന്നാൽ ഇന്നത്തെ കാലത്ത് ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡ്സും വിപണിയിൽ ലഭ്യമാണ്. അതിൻ്റെ ഷേപ്പും ഉപയോഗിക്കേണ്ട രീതിയും എല്ലാം നമ്മുടെ സാധാരണ സാനിറ്ററി പാഡും അതേപോലെ ക്ലോത്ത് പാഡിനെയും പോലെ തന്നെയാണ്. ഈ ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡ് നിർമ്മിച്ചിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ, കോൺ എന്നിവയുടെ ഇഴകളിൽ നിന്നാണ്. ഇത് എൻവയൺമെൻ്റൽ ഫ്രണ്ട്ലി ആണ്. അതേപോലെ നമ്മുടെ ശരീരത്തിനും ഈ സാനിറ്ററി പാഡ് സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു പദാർത്ഥങ്ങളിൽ നിന്നുള്ള ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരില്ല. എന്നാൽ തീർച്ചയായിട്ടും ഇതിന് ചിലവ് കൂടുക തന്നെ ചെയ്യും. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അതിനെക്കുറിച്ച് ഞാൻ അവസാനം ഈ കമ്പാരിസൺ ചാർട്ടിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഈ സാധാരണ ക്ലോത്ത് പാഡോ അതല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള കൺവെൻഷണൽ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോഴോ എന്ന പോലെ 5-6 മണിക്കൂർ കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റുക തന്നെ ചെയ്യണം. അതല്ലാതെ കൂടുതൽ നേരം അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ല. പുറത്തേക്ക് വരുന്ന ആർത്തവ രക്തമെല്ലാം അബ്സോർബ് ചെയ്ത ശേഷം അത് കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 മെത്തേഡും, അതായത് കമേഴ്ഷ്യൽ സാനിറ്ററി പാഡ്, ടാമ്പൂൺസ്, ക്ലോത്ത് പാഡ്സ്, ബയോഡീഗ്രേഡബിൾ സാനിറ്ററി പാഡ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 5ാമത്തെ മെത്തേഡ്, ഇതിനോടകം ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിൽ ഒരു 4-5 വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് നിർമ്മിച്ചിരിക്കുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ടാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു ടോക്സിസിറ്റിയും ഒരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. മെൻസ്ട്രൽ കപ്പ് വാങ്ങുമ്പോൾ കുറച്ച് പൈസയാവും തുടക്കത്തിലെങ്കിലും ഒരു 5 മുതൽ 10 വർഷം വരെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച്. പാഡുകളും ടാമ്പൂണുകളും എല്ലാം വെറും 4 തൊട്ട് 6 മണിക്കൂർ വരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് നമുക്കൊരു 12 മണിക്കൂർ വരെ ഉള്ളിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം എടുത്ത് കഴുകി നമുക്ക് വീണ്ടും അത് റീഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ വാങ്ങുന്നതിൻ്റെ ചിലവേ ഉള്ളൂ. കൂടുതലായിട്ടൊക്കെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ 12 മണിക്കൂർ വരും. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ്. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുമ്പോൾ ഡാൻസ് ആയാലും ശരി, ജിംനാസ്റ്റിക് ആയാലും ശരി, സ്പോർട്സ് ആയാലും ശരി, അത്ലറ്റിക്സ് ആയാലും ശരി, യോഗ ആയാലും ശരി, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പീരിയഡിൻ്റെ ആ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയുക പോലുമില്ല. തുടക്കത്തിൽ ആ ഒരു ലേണിംഗ് കർവ്, അതായത് നമ്മളത് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും പഠിച്ച് വരേണ്ട ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കമ്പാരിസൺ ചാർട്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഓരോ കമ്പാരിസൺ ചാർട്ടും ഏകദേശം ഓരോ മിനിറ്റിൽ സ്ക്രീനിൽ തെളിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ കുറച്ച് സമയം കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഈ 5 തരത്തിലുള്ള ഉപാധികളിൽ നിന്നും ഏതാണ് എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കുക. ഈ കമ്പാരിസൺ ചാർട്ടെല്ലാം നോക്കിയ ശേഷം ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക. അതിനായി ഈ വീഡിയോ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.